നമസ്കാരം. എൻ്റെ പേര് അപർണ ശങ്കർ. KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭാശയത്തിലെ മുഴയും ഗർഭവും. പലപ്പോഴും നമ്മൾ ഗർഭസമയത്ത് ആദ്യം സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ഗർഭാശയത്തിൽ മുഴയുണ്ടെന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് സാധാരണമായി കുറേ സംശയങ്ങൾ വരാം. ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ? ഈ മുഴകൾ കാരണം പ്രഗ്നൻസിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ഈ ഗർഭാശയത്തിൽ കാണുന്ന മുഴകളെല്ലാം ഫൈബ്രോയിഡ്സ് ആയിരിക്കും. ഫൈബ്രോയിഡ്സ് സാധാരണഗതിയിൽ ബിനൈൻ ആയിട്ടുള്ള ട്യൂമേഴ്സാണ്. ഇത് കാരണം പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. കുറേ പ്രഗ്നൻസികൾ യാതൊരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറുമുണ്ട്. പക്ഷേ ഫൈബ്രോയിഡ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ, സൈസ് വലുതാണെങ്കിൽ, കൂടുതലും 5 സെൻറ്റിമീറ്റർ കൂടുതലുള്ള ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ, മൂന്നാമതായി ഫൈബ്രോയിഡ്സിൻ്റെ ലൊക്കേഷൻ, യൂട്രസിൻ്റെ പുറത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ യൂട്രസിൻ്റെ ക്യാവിറ്റി, അതായത് നമ്മുടെ ഗർഭാശയത്തിൻ്റെ അകത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ, താഴേക്കാണ് ഫൈബ്രോയിഡ്സിൻ്റെ ലൊക്കേഷൻ, അതായത് ഗർഭാശയ മുഖത്തിൻ്റെ അടുത്തേക്കാണ് ഫൈബ്രോയിഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത്? നമുക്ക് ഓരോ ട്രൈമസ്റ്ററിലും എന്തൊക്കെ വരാമെന്ന് കാണാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സാധാരണഗതിയിൽ ഗർഭം അലസിപ്പോകാനാണ് സാധ്യത. ഗർഭാശയത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഫൈബ്രോയിഡ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗർഭം ഇംപ്ലാന്റ് ചെയ്യാൻ വരെ അത് ഒബ്സ്ട്രക്ഷനായി മാറാം. ഗർഭം അലസിപ്പോകാൻ അതുകൊണ്ട് കാരണമാകാനും സാധ്യതയുണ്ട്. രണ്ടാമതായി സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വലിയ ഫൈബ്രോയിഡ്സ് ഉള്ള ഗർഭിണികൾ സാധാരണഗതിയിൽ വലിയ വേദനയായി വരാൻ സാധ്യതയുണ്ട്. ഇതിന് കാരണക്കാരൻ റെഡ് ഡീജനറേഷൻ എന്നൊരു ഫിനോമിനനാണ്. ഇപ്പോൾ എന്താണ് റെഡ് ഡീജനറേഷൻ? ഇപ്പോൾ യൂട്രസ് വലുതാകുമ്പോൾ ഈ ഫൈബ്രോയിഡ്സ് അകത്തേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈക്ക് വ്യതിയാനം വരുന്നു. അപ്പോൾ ഈ വ്യതിയാനം വരുമ്പോഴാണ് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരികയും അത് കാരണം വേദന വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന വേദന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കുറഞ്ഞു പോകും. അത് ഗർഭത്തെ ബാധിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കുകയും നന്നായി വെള്ളം കുടിക്കുകയും ചിലപ്പോൾ ഡ്രിപ്പ് വഴി മരുന്നുകൾ കൊടുക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഈ മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം? ഈ ഫൈബ്രോയിഡ് കുറച്ച് താഴെയായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, കുഞ്ഞിൻ്റെ തലയ്ക്ക് താഴെയായിട്ടാണ് ഫൈബ്രോയിഡ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ചിലപ്പോൾ സാധ്യമാകണം എന്നില്ല. നമുക്ക് ഓപ്പറേഷൻ വഴി തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വന്നേക്കാം. ഈ കുഞ്ഞിന് കിടക്കുന്ന രീതിയിലും ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ താഴെ ഇരിക്കുന്ന ഒരു ഫൈബ്രോയിഡ് ആണെങ്കിൽ കുഞ്ഞിന് നേരെ താഴേക്ക് കിടക്കാൻ പറ്റണമെന്നില്ല. സാധാരണഗതിയിൽ കുഞ്ഞിന് തല താഴെയും കാൽഭാഗം മുകളിലുമായിട്ടാണല്ലോ യൂട്രസിൽ കിടക്കുന്നത്. പക്ഷേ ഫൈബ്രോയിഡ്സ് ഒത്തിരി ഉണ്ടെങ്കിൽ പലപ്പോഴും കുഞ്ഞിൻ്റെ കാൽഭാഗമായിരിക്കും താഴെ, അല്ലെങ്കിൽ കുഞ്ഞ് ചരിഞ്ഞായിരിക്കും യൂട്രസിനകത്ത് കിടക്കുന്നത്. പിന്നെ പ്ലാസെൻ്റൽ ലൊക്കേഷൻ, മറുപിള്ള അല്ലെങ്കിൽ പ്ലാസെൻ്റ സാധാരണഗതിയിൽ യൂട്രസിൻ്റെ മുകൾ ഭാഗത്താണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ ഫൈബ്രോയിഡ് ഇരിക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്തിന് പകരം താഴോട്ടായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അങ്ങനെ വന്നാൽ ഗർഭാശയ മുഖത്തിൻ്റെ മുകളിൽ തന്നെ പ്ലാസെൻ്റ വരാൻ സാധ്യതയുണ്ട്. ഈ കണ്ടീഷന് പ്ലാസെൻ്റ പ്രീവിയ എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഗർഭസമയത്ത് തന്നെ അമിത രക്തസ്രാവം വരികയും കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് നേരത്തെ തന്നെ പുറത്തെടുക്കേണ്ടി വരികയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഫൈബ്രോയിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ പ്രഗ്നൻസി നമുക്ക് ടേം അല്ലെങ്കിൽ 37 ആഴ്ച വരെ ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വരാം. നേരത്തെ തന്നെ പ്രസവവേദന വരാനും വെള്ളം പൊട്ടിപ്പോകാനും ഒരു വലിയ കാരണമാണ് ഫൈബ്രോയിഡ്സ്. ഇനി പ്രസവത്തിന് ശേഷം, അതായത് നോർമൽ ഡെലിവറി നടക്കുകയാണെങ്കിൽ പ്രസവത്തിന് ശേഷമായാലും അമിത രക്തസ്രാവം ഉണ്ടാകാൻ ഒരു കാരണമാണ് ഫൈബ്രോയിഡ്സ് ഇരിക്കുമ്പോൾ യൂട്രസിന് കൺട്രാക്ട് ചെയ്യാൻ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ കാണാം. അതുകൊണ്ട് തന്നെ അമിത രക്തസ്രാവം വരാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു.